സൂപ്പർ നോട്ട്സിന്റെ RRB SSC സ്റ്റുഡൻസിന് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ NTPC എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് 16-ാം തീയതി ആദ്യ പരീക്ഷ നടക്കാൻ പോവുകയാണ്. ഈ പരീക്ഷയെ ആദ്യമായിട്ട് എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, എഴുതിയിട്ടുള്ള കുട്ടികൾ കാണും. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് കാണും. എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ എക്സാമിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ആ പരിഹാരമൊക്കെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ തന്നെ വീഡിയോ ഇരുന്ന് കാണാനായിട്ട് നോക്കിക്കോ കേട്ടോ. NTPCയുടെ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യം വേണ്ടത് എന്താടാ? ഹോൾ ടിക്കറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോൾ ടിക്കറ്റിന് എടുത്തു വെക്കാൻ ശ്രമിക്കുക. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് പ്രിന്റ് ഔട്ട് ഉള്ള, അതായത് മങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോൾ ലെറ്റർ എടുത്ത് വെക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എ ക്ലിയർ പ്രിന്റ് ഔട്ട് ഓഫ് യുവർ ഈ കോൾ ലെറ്റർ വിത്ത് ദ സെൽഫ് ഡിക്ലറേഷൻ കോളം ലെഫ്റ്റ് ബ്ലാങ്ക്. അതിനകത്തൊരു ഡിക്ലറേഷൻ കോളം കാണും. ആ ഒരു ഡിക്ലറേഷൻ കോളത്തോട് ചിലർ വിചാരിക്കും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കീറി കളഞ്ഞിട്ട് കൊണ്ടുപോകും. അതിന്റെ ആവശ്യമില്ല, നമുക്ക് അത് അവിടെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ക്ലിയർ ആയിട്ടുള്ള ഈ കോൾ ലെറ്റർ, നല്ല പ്രിന്റഡ് ആയിട്ടുള്ള, വെൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഈ കോൾ ലെറ്റർ എടുത്ത് വെക്കുക. അത് എന്ത് ചെയ്യണം? ആ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഒന്നും എടുത്ത് കളയരുത്. അങ്ങനെ നിങ്ങളുടെ ഈ കോൾ ലെറ്റർ കൊണ്ടുപോകുക, അതായത് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോവുക. ഇനി ഒറിജിനൽ ID പ്രൂഫ്. ഒറിജിനൽ ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ പാൻ കാർഡോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഒറിജിനൽ ആയിരിക്കണം. ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ടുപോകരുത്. ഒറിജിനൽ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എക്സാമിന് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് കൊടുത്തത് ഒന്നാണ്, നിങ്ങളുടെ ആധാർ കാർഡിലോ ചിലപ്പോൾ നിങ്ങളുടെ വോട്ടർ ഐഡിയിലോ എന്തെങ്കിലും ആ ഒരു ഏജ് ഡിഫറൻസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള, അതായത് എക്സാമിന് നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ പ്രൂഫ് വരുന്ന ഐഡന്റിറ്റി കാർഡ് തന്നെ നിങ്ങൾ ഒറിജിനൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അടുത്ത, അറ്റ്ലീസ്റ്റ് വൺ റീസെന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പ്രിഫർലി ദ സെയിം വൺ യൂസ് ഇൻ ദ ആപ്ലിക്കേഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കളർ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നിങ്ങളുടെ ഏതെങ്കിലും കുഞ്ഞു കാലത്തുള്ള ഫോട്ടോ കൊണ്ടുപോകരുത് കേട്ടോ. റീസെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഫോട്ടോ ഏതാണോ അത് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് തന്നെ കൊണ്ടുപോകുക. അതും കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. കുഞ്ഞിലത്തെ ഫോട്ടോ ഒന്നും ആരും കൊണ്ടുപോകരുത് കേട്ടോ. ഇനി ഫോട്ടോ ആരും എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതാ ഇന്ന് തന്നെ പോയി എടുത്തോ. സമയമൊന്നുമില്ല, 16-ാം തീയതി എക്സാം ആണ്. ആ കാര്യമൊക്കെ ഓർമ്മ വേണം. ഈ ഫേസ് മാസ്ക്, അത് നമ്മുടെ കൊറോണ സമയത്തുള്ള സംഭവമാണ്. നിങ്ങൾക്ക് എന്താണ് ഒരു സാനിറ്റൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞ മാസ്ക്. പക്ഷെ മാസ്ക് ഒന്നും വെച്ചുകൊണ്ട് പോകരുത് കേട്ടോ. മാസ്ക് ഒന്നും വെച്ചുകൊണ്ട് പോകരുത്. ഇപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം കൊറോണ സമയത്തായിരുന്നു നമ്മൾ മാസ്കും സാനിറ്റൈസറും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്ത് വെക്കുക. എന്തൊക്കെ കൊണ്ടുപോകണം? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് മറക്കാതെ എടുത്തു വെക്കണം. നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ്, അതായത് ഫോട്ടോ സ്റ്റാറ്റ് അല്ല, ഒറിജിനൽ ID പ്രൂഫ് കൊണ്ടുപോകണം. നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എത്ര നേരത്തെ, മീൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളാണ്. അവോയ്ഡ് അപ്ലൈയിങ് ഹെന്ന ഓർ ഇങ്ക് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് ആധാർ ബേസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ ദ സെന്റർ. എടാ, NTPC അല്ലെങ്കിൽ RRB എക്സാമിന് പോകുമ്പോൾ അവിടെ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ കൈയിന്റെയും നിങ്ങളുടെ കണ്ണിന്റെ ഒക്കെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും, പെൺകുട്ടികളുടെ അടുത്താണ് പറയുന്നത്, ദയവ് ചെയ്ത് കയ്യിൽ മൈലാഞ്ചിയൊക്കെ വാരി ഇട്ടുകൊണ്ട് പോയി എക്സാം സെന്ററിൽ പോകരുത്. കാരണം നിങ്ങൾക്ക് അവിടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ എടുക്കുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. കയ്യിൽ ഹെന്നയോ മെഹന്തിയോ ഉണ്ടെങ്കിൽ അതൊന്നും ഇടാതെ പോകാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആരും ഇടാതെ പോവുക. മനസ്സിലായോ? ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്, ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. എക്സാം ചിലപ്പോൾ എഴുതാൻ പറ്റാതെയും. അതുകൊണ്ട് കയ്യില് ഹെന്നയോ, അതായത് മൈലാഞ്ചി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ആദ്യമായിട്ട് പറയുന്നവർക്ക് ആദ്യമായിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. എക്സാം എഴുതിയിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാം. ഡു നോട്ട് ബ്രിങ് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ലൈക്ക് മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, കാൽക്കുലേറ്റർ, ബാഗ് ഇൻസൈഡ് ദ എക്സാം ഹാൾ. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം ഹാളിൽ അവർ കൊണ്ട് കയറാൻ സമ്മതിക്കില്ല. എങ്കിലും പറയുകയാണ്, മൊബൈൽ ഫോണോ
സ്മാർട്ട് വാച്ചുകളോ കാൽക്കുലേറ്റേഴ്സോ ബാഗുകളോ ഒന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിന്റെ വെളിയിൽ ഒരു ക്ലോക്ക് റൂം കാണും, അതിനകത്ത് തന്നെ വെച്ചിട്ട് പോവുക. നിങ്ങൾ വെറും കൈയും കൊണ്ടുപോയത്, വെറും കൈ എന്ന് ഉദ്ദേശിച്ചത് ഹാൾ ടിക്കറ്റും ആധാർ കാർഡും നിങ്ങളുടെ ഒരു ഫോട്ടോയും കൊണ്ട് മാത്രമേ എക്സാം ഹാളിൽ പോകാനായിട്ട് പാടുള്ളൂ. പെൻ ആൻഡ് പേപ്പർ ഓഫ് റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് അറ്റ് ദ എക്സാം സെന്റർ. ദർ ഇസ് നോ നീഡ് ടു ക്യാരി യുവർ ഓൺ. അതായത് പരീക്ഷയ്ക്കല്ലേ പോകുന്നത്, എന്റെ കയ്യിൽ കണക്കൊക്കെ ചെയ്യാൻ എനിക്കൊരു പേനയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുന്നെ എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ കൊണ്ടുപോകും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യും, അവരെ എക്സാം സെന്റർ നടത്തുന്ന, അതായത് എക്സാം എവിടെ വെച്ചാണോ നടത്തുന്നത് ആ സെന്ററിൽ തന്നെ നമുക്ക് എന്ത് അവൈലബിൾ ആണ്, പേനയും ഒരു പേപ്പറും തരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഐറ്റംസ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യവും ഇല്ല. ഇനി ഇൻവിജിലേറ്റേഴ്സ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരുന്നിട്ട് അവർ പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻസ് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, വേറെ ഒരിടത്തും ശ്രദ്ധിച്ചിരിക്കരുത്. അതായത് ഇൻവിജിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് കുറച്ച് ആൾക്കാർ കാണും. നിങ്ങൾക്ക് അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കാണും. നിങ്ങളുടെ വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാർ കാണും. അവരോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾ അബദ്ധം ചെയ്തു വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ആദ്യമായിട്ട് എഴുതുന്നവരുടെ അടുത്താണ് പറയുന്നത്. അവിടെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്. അവര് പറയുന്ന അഡ്വൈസ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് അവർ പെട്ടെന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും കേൾക്കാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ആണ്. അപ്പൊ അതിനെ ആലോചിച്ച് വേണം എക്സാമിനെ മുന്നോട്ട് കാണാൻ. അപ്പൊ എക്സാം സെന്ററിൽ പോയിട്ട് നല്ല അവെയർ ആയിട്ട് വേണം ഇരിക്കാൻ, കേട്ടോ. ഇനി ആൺകുട്ടികളോടാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ബെൽറ്റ് ഇടരുത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മെറ്റൽ ആയിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും കമ്മല്, മാല, മൂക്കുത്തി, നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റഡ്, തലയിൽ ക്ലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കയ്യിൽ എന്തെങ്കിലും ബാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതൊന്നും എന്തില്ല, അലൗഡ് അല്ല. അതാണ് ഞാൻ പറയുന്നത്. വെറും കൈയോടെ നിങ്ങൾ പോവുക പരീക്ഷയ്ക്ക്. ആധാർ കാർഡ്, അതായത് ഒരു വോട്ടർ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും മാത്രമേ പാടുള്ളൂ. നിങ്ങൾ കാതിൽ കമ്മല്, മാല, നിങ്ങളുടെ മൂക്കുത്തി, സെക്കൻഡ് സ്റ്റഡ്, സ്ലൈഡ്, അതായത് മെറ്റൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒഴിവാക്കണം. ഒന്നും അവർ അലൗഡ് ചെയ്യില്ല. ഒരുപാട് കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ മൂക്കുത്തിയൊക്കെ ഇട്ട് പോകും, എക്സാം സെന്ററിന്റെ നടയിൽ എത്തുമ്പോഴായിരിക്കും അവർ പറയുന്നത് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. എക്സാം എഴുതാതെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകരുത്. അതൊന്നും ഇട്ടോണ്ട് പോകരുത്. മനസ്സിലായോ? കയ്യിൽ എന്തെങ്കിലും നൂലോ വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേസ്ലെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിയിരിക്കുന്നവർ അത് ഒഴിവാക്കുക. പാദസരമൊക്കെ ഇട്ടിരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കുക. ഇനി പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ടുകളും ചില സ്ഥലങ്ങളിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇടാൻ പാടില്ല മീൻസ് നിങ്ങൾ ഇട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് തിരിച്ച് അതിനെ തല തിരിച്ചിടാനായിട്ടൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാനൊന്ന് പറയുന്നതാണ്. നമ്മൾ ഒരു ചെറിയൊരു പോയിന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, കേട്ടോ. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക. ആൺകുട്ടികൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മെറ്റല് എന്ത് ചെയ്യില്ല, മെറ്റല് അവരകത്ത് കയറ്റില്ല. മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, അതൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ട് പോയാലും അവിടെ ഊരി വാങ്ങിച്ചു വെക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ എക്സാമിന് നിങ്ങൾ എങ്ങനെ നേരിടണം. അപ്പൊ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുകളാണ്. അതായത് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം, എന്ത് കൊണ്ടുപോകണ്ട എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് കാർഡ്, ID പ്രൂഫ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. എന്തുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു. മെറ്റൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഇടാനായിട്ട് പാടില്ല. കയ്യിൽ ഹെന്നയോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യരുത്. മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ചുകൾ, പിന്നെ നിങ്ങളുടെ ബാഗ്, ഇതൊന്നും നിങ്ങൾ ക്ലാസ് റൂമിൽ കൊണ്ടുപോകരുത്. കയ്യിൽ എന്തെങ്കിലും നൂലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളവരാണെങ്കിൽ അതും കൊണ്ടുപോകരുത്. മനസ്സിലായോ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അവിടെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരിക്കും. അവരുടെ ഇൻസ്ട്രക്ഷനും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി എക്സാം സെന്ററിൽ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു എക്സാം ആണോ ഞാൻ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ പകുതി കുട്ടികൾക്കും എന്ത് ചെയ്യും, ടെൻഷൻ കൂടും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളും അവരെ പോലെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, എക്സാമിന് നല്ല രീതിയിൽ നേരിടാനായിട്ട് ശ്രമിക്കുക. എക്സാമിനെ എങ്ങനെ നമുക്ക് നേരിടാം? Focus on accuracy over speed to avoid negative marking as every mark is crucial for the final merit. എടാ,
എക്സാമിൽ സെന്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ടൈം ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേ ഇരിക്കും, നിങ്ങൾക്ക് എക്സാം എത്ര സമയത്തിനകത്ത് തീരും എന്നുള്ളത്. ആ ഒരു എക്സാം ടൈമിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പടപട വെപ്രാളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റൊന്നും കറുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ആ ഒരു ഓവർ സ്പീഡ് എടുക്കാതെ, എന്നും പറഞ്ഞ് പതുക്കെ പതുക്കെ ചെയ്യാനല്ല പറയുന്നത്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ്, ഏത് ക്വസ്റ്റ്യൻ ആണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ശ്രമിക്കുക. സ്പീഡ് കൂടി തെറ്റുണ്ടാക്കി വെക്കരുത്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. അപ്പൊ അറിയാം എന്താണ്, നമ്മുടെ ശരിയായ ഉത്തരത്തിന്റെ മാർക്ക് കൂടെ നമുക്ക് അവിടെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുകൊണ്ട് സമാധാനത്തില് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സമാധാനത്തിൽ എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് മെറിറ്റിലൊക്കെ റാങ്ക് കിട്ടണം എന്നുള്ള കുട്ടിയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ എന്ത് ചെയ്യുക, ഓവർ സ്പീഡ് ഒന്നും എടുക്കാതെ. ഓവർ സ്പീഡ് നിങ്ങളുടെ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെപ്രാളത്തിൽ തെറ്റൊന്നും വരുത്താനായിട്ട് ശ്രമിക്കരുത്. ഇനി റിവൈസ് ഹൈ വെയിറ്റേജ് ടോപ്പിക് ലൈക്ക് കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ് ആൻഡ് അരിത്തമെറ്റിക് ഫോമസ് ഡെയിലി. ഒരുപാട് നാളൊന്നുമില്ല, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 16-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ തലേ ദിവസമുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോകണ്ട. ഒരാഴ്ച മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ. 16-ാം തീയതി എക്സാം ഉള്ള കുട്ടികളാണെങ്കിൽ 1 വീക്ക് മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് വരെ നോക്കിയിട്ട് പോകാനായിട്ട് നോക്കുക. 1 വീക്ക് മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് കൂടി നിൽക്കുന്ന പോർഷൻസ് ഏതാണോ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ എന്താണ്, മാനേജ് യുവർ ടൈം ഇഫക്റ്റീവ്ലി ഡ്യൂറിംഗ് ദ മോക്ക് ടെസ്റ്റ് ടു എൻഷുർ ദാറ്റ് ക്യാൻ അറ്റംപ്റ്റ് ഓൾ സെഷൻ വിത്തിൻ ദ ലിമിറ്റ്. ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ NTPC ലെവലുള്ള മോക്ക് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് പരീക്ഷയെ നേരിടുന്ന ഒരു ഫീൽ കാണും, ഒരു പേടി കാണും. അപ്പോൾ ആ പേടി ഒന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മോക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്പീഡൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കീപ് ഓൾ നെസസറി ഡോക്യുമെന്റ്സ് റെഡി ഇൻക്ലൂഡിംഗ് യുവർ അഡ്മിറ്റ് കാർഡ്, വാലിഡ് പ്രൂഫ്, വെൽ അഡ്വാൻസ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പരീക്ഷയുടെ അന്ന് രാവിലെ പോയി ഇതൊക്കെ തപ്പിത്തടഞ്ഞ് എടുത്ത് എക്സാം സെന്ററിൽ എത്തുമ്പോൾ ഒരു നേരം ആവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ആക്കരുത്. പിന്നെ നിങ്ങൾക്ക് എക്സാം സെന്ററിൽ കയറ്റുവാനായിട്ടുള്ള ഒരു ടൈം തന്നിട്ടുണ്ട്. എക്സാം തുടങ്ങുന്ന സമയം കാണും, ഒരു ഗേറ്റ് ക്ലോസിംഗ് ടൈം കാണും. ആ ഗേറ്റ് ക്ലോസിംഗ് ടൈം വരെ കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് എക്സാമിന് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ ഒരു റിലാക്സേഷൻ ടൈമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക, തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ താഴെ ഒരു നമ്പർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്താലും ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും. നല്ല രീതിയിൽ എക്സാമിന് എന്ത് ചെയ്യുക, കാണാനായിട്ട്, മീൻസ് ആ ഒരു ടെൻഷനൊന്നും കൂടാതെ അതിനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പരീക്ഷയെ പറ്റി പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി എന്തായാലും നമുക്ക് എല്ലാ എക്സാമും, ഒരുപാട് എക്സാംസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പേടി മാറ്റിയിട്ട് നല്ല രീതിയിൽ എക്സാമിനെ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മുടെ RRB ഗ്രൂപ്പ് ഡി, നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ RRB ഗ്രൂപ്പ് ഡിയുടെ അഗ്നി ബാച്ചൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ട്, ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്ന് തന്ന പോലത്തെ ടിപ്പും ട്രിക്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ RRB ഗ്രൂപ്പ് ഡിയുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, അതൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് വാ, തെറ്റൊന്നും കൂടാതെ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റാങ്ക് നേടണം എന്നുള്ള രീതിയിൽ എക്സാം എഴുതിയിട്ട് വരും. ഓൾ ദ വെരി ബെസ്റ്റ്.